ഒന്നും കിട്ടിയില്ല. ഒരു വകയില്ല. ഞങ്ങള് വെളുപ്പിനാ വന്ന രാത്രി റോഡിന് മേളിൽ ഒരു വീട്ടിൽ കയറി എനിക്ക് വരുന്നു. രാത്രി 8 മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന്. പിന്നെ റോഡിൽ ഒരു വീട്ടിൽ കയറി അവിടെ ഇരുന്നു. രാത്രി വെളുപ്പിച്ച് പിന്നെ ഇവിടെ വെളുപ്പിനെ വന്നു. നിങ്ങളിപ്പോൾ കണ്ടത് ആറന്മുളയിലെ ദുരന്തബാധിതർക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ എന്നുള്ളത് ബിഗ് TV ന്യൂസ് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളാണ്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾ വെളുപ്പിനെ എത്തിയതാണ്, കഴിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലും ഒരു സാധനവും കിട്ടിയിട്ടില്ല എന്നാണ് ആ ദുരന്തബാധിതർ അല്ലെങ്കിൽ ദുരിതബാധിതർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ലയിലുള്ള മലയോര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ മണ്ണിടിച്ചിലും പല കാര്യങ്ങളും ഉണ്ടാകുന്നു. റാന്നി എന്ന് പറയുന്നൊരു പ്രദേശം മുഴുവനായിട്ടും വെള്ളത്തിലാഴ്ന്നു പോകുന്നു. ആ ഒരു ദുരന്തമുഖത്ത് ആ ഒരു ദുരിതം വിതച്ചെടുത്ത് അല്ലെ ദുരന്തം വിതച്ച ഒരു സ്ഥലത്ത് പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DYFIയുടെ പിള്ളേരാണ്. എല്ലാ കാര്യങ്ങളിലും എല്ലാ കാലത്തും DYFI ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പോലെ തന്നെ ഈ ഒരു സമയത്തും DYFI അവിടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടും DYFI തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയെ ജനങ്ങൾ തോൽപ്പിച്ച് വിട്ട് വലതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയെ അധികാരത്തിൽ കയറ്റി ഇത്രയും ദിവസങ്ങൾ 2 മാസങ്ങൾ പിന്നിടുമ്പോൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ ഇടതുപക്ഷം ഫേസ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണെന്ന് പല ആളുകളും പറയുന്നുണ്ട്. ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഓഖി, ചുഴലിക്കാറ്റ്, അതേപോലെ തന്നെ കൊറോണ, പ്രളയം, മറ്റുള്ള പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതിനെല്ലാം അവരെങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്നും ഇതിനൊക്കെ അവരെന്ത് പ്രിക്കോഷനാണ് എടുത്തതെന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സമ്പത്തിനും വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തതെന്നും അവരെങ്ങനെയാണ് അവരോടൊപ്പം ഇറങ്ങി തിരിച്ചു നിന്നതെന്നുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്കൊന്നും ഉത്തരമുണ്ടാവില്ലെന്നേ. ഈ കെ മുരളീധരൻ മുൻപ് പറഞ്ഞൊരു പരാമർശമുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഇന്ന് ഈ നാട് മുടിയുന്നത് അതേ എരണം കെട്ടവൻ നാട് ഭരിക്കുന്നത് കൊണ്ടാണോ മുരളീധര എന്ന് ഞങ്ങൾ ചോദിച്ചാൽ മുരളീധരനടക്കമുള്ള മുരളീധരനെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്ന മൂട് താങ്ങികൾ എന്തുത്തരം പറയും? അതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എരണം കെട്ടവൻ എന്ന് അധികാരത്തിൽ വന്നോ അന്ന് തുടങ്ങിയതാണ് ഈ പറയുന്ന പ്രളയവും അതേപോലെ തന്നെ പല മാറാരോഗങ്ങളും. ഇതിനെ ഒന്നും പരിഹരിക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയുന്നുമില്ല, വെറുതെ വായ്ത്താളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവരിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പ്രളയത്തിലും അല്ലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലുമൊക്കെ എന്തിനാണ് രാഷ്ട്രീയം കുത്തിക്കലർത്തുന്നതെന്ന്. എടാ, അങ്ങനെ ചോദിക്കുന്ന അടിമകളെ നിന്നോടൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനൊരു ചോദ്യം. നിങ്ങളുടെ KM ഷാജി എന്ന് പറയുന്ന സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളൻ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചതാണ്. എന്താണ് അവൻ പറഞ്ഞത്? ഞങ്ങൾ മൂക്കിൻ്റെ ഇവിടെ വരെ വെള്ളം കയറിയിരുന്നാലും ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ രാഷ്ട്രീയം പറയും, ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞേ മുന്നിലേക്ക് പോവുള്ളൂ, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നൊരു പാർട്ടിയല്ല ഇടതുപക്ഷമെന്നും DYFIയിലുള്ള പിള്ളേരും അങ്ങനെയല്ല എന്നും നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള തോന്നിവാസങ്ങളും വൃത്തികേടുകളും അവർ കാണിക്കാതെ നിങ്ങൾ ചെയ്തതല്ലേ, നിങ്ങൾക്ക് ചെയ്യേണ്ട പണിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കാതെയും ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി ഈ ജനങ്ങൾക്കൊന്നും കഴിക്കാൻ കിട്ടാതെ ജനങ്ങൾ പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്ന എന്താണെന്നുള്ള മുഖ്യമന്ത്രിയുടെ ലീലാവിലാസങ്ങൾ കാണണ്ടേ? ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. മുഖ്യമന്ത്രി ഒന്നും കഴിക്കണ്ടേ, വെള്ളപ്പൊക്കമാണ് അല്ലെ വെള്ളം കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കഴിക്കാൻ പാടില്ല, പട്ടിണി കിടക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് VD സതീശനെ ന്യായീകരിച്ചുകൊണ്ട് KP നൗഷാദ് എന്ന് പറയുന്നൊരു MLA രംഗത്തേക്ക് വന്നു. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, മഴക്കാലത്ത് മുഖ്യമന്ത്രി പട്ടിണി കിടക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ചിത്രങ്ങൾ ഈ രീതിയിൽ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ വിവാദ വിരുന്നിനെ ന്യായീകരിച്ച് KP നൗഷാദ് അലി MLA എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി കഴിക്കാൻ പാടില്ലേ, മുഖ്യമന്ത്രി കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്, മുഖ്യമന്ത്രി കഴിക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. എൻ്റെ പൊന്ന് നൗഷാദ് മോനെ, മുഖ്യമന്ത്രി കഴിക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഈ നാട്ടിലെ ഈ പട്ടിണി പാവങ്ങളായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ദുരന്തം വിതച്ച പ്രദേശത്ത് ഒന്നും കഴിക്കാനോ ഒന്നും കഴിക്കാൻ എടുക്കാനോ ഇല്ലാതെ എല്ലാം വെള്ളത്തിലായി കിടക്കുന്ന ആളുകൾ,
അങ്ങനെ കുറേ അധികം ആളുകൾ ദുരിതത്തിൽ ആഴ്ന്നു കിടക്കുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. മുഖ്യമന്ത്രി പട്ടിണി കിടക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനോടൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ന്യായീകരിച്ചോളൂ. നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളാണെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കുമില്ല. എന്ത് വന്നാലും നിങ്ങൾ ന്യായീകരിക്കും. ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം, അതിൽ മുഖ്യമന്ത്രി പോയതിനെപ്പറ്റി പല ആളുകളും വലിയ മെഴുകലുമായിട്ടൊക്കെ രംഗത്തേക്ക് വന്നായിരുന്നു. ഹെലികോപ്റ്റർ എത്ര 5-6 കോടിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ 50 കോടി കൊടുക്കണം, 48 കോടി കൊടുക്കണം. അപ്പം 48,000 കോടി രൂപയോളം വാടക കൊടുക്കുന്നൊരു ഹെലികോപ്റ്റർ ഇങ്ങനെയിട്ട് വെറുതെ കളയുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഹെലികോപ്റ്റർ എടുത്ത് പറപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോയതെന്നാണ് ഇവരൊക്കെ മെഴുകുന്നത്. എൻ്റെ പൊന്നു മക്കളെ, 48,000 കോടിയോ 48 കോടിയോ അല്ലെങ്കിൽ 1 കോടിയോ ആയിക്കോട്ടെ, ഞാൻ വാടക കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിൻ്റെ കരാർ പുതുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തത്? ഈ പോലീസിൻ്റെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ കരാർ പുതുക്കാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തത്. അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? അത് പിണറായി വിജയൻ്റെ ദൂർത്തായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക എന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾ സമീപിക്കണമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ സമീപിക്കാതെ ആ ഹെലികോപ്റ്റർ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ തോന്നിവാസവും കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങിത്തിരിച്ചു. അതല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് വന്ന് പറയുകയാണ് ഇത്രയും വാടക കൊടുക്കുന്നൊരു ഹെലികോപ്റ്റർ നമ്മൾ എങ്ങനെയാണ് എടുത്ത് ഓടിക്കാതിരിക്കുക, അതങ്ങനെ കിടന്ന കേടായി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീപക്ഷ അനുഭാവിയായിട്ടുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടം മെഴുകാനായിട്ട് വന്നു. എടാ രാഹുലെ, നേരാംവണ്ണം മര്യാദയ്ക്ക് പരിപാടിയും ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പോയിരുന്നെങ്കിൽ, വെടിവെക്കാൻ പോകാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിട്ടിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്ന് വീട്ടിലിരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്നുകൊണ്ട് ഒളിച്ചും പാത്തും വീഡിയോ ചെയ്യേണ്ട ആവശ്യകത നിനക്കുണ്ടാവില്ലായിരുന്നു. നീ മര്യാദയ്ക്കായിരുന്നു എന്നുണ്ടെങ്കിൽ, പെണ്ണുപിടുത്തവുമായിട്ട് നീ പോകുന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, നിനക്കിങ്ങനെ പിണറായി വിജയനെ മറ്റുള്ളവരെ പറയാനായിട്ട് ഒളിച്ചും പാത്തും ഇരിക്കേണ്ടി വരില്ലായിരുന്നു. അത് നീ ആദ്യം മനസ്സിലാക്കണം. നിനക്കൊരു യോഗ്യതയില്ലടാ പറയാനായിട്ട്. എത്ര പെണ്ണുങ്ങളുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നിട്ടുള്ളവനാണ് നീ. എത്രയോ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടുള്ളവനാണ് നീ. ആ നീയാണോ ഇവിടെ വന്നിട്ട് മെഴുകാൻ നോക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ ദൂർത്താണ്, വി.ഡി. സതീശൻ വലുതായിട്ട് അങ്ങ് ഉണ്ടാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ നമ്മുടെ റാന്നിയിലുള്ള പ്രവർത്തകരും അതേപോലെ തന്നെ ആറന്മുളയിലുമൊക്കെ സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രതികരിക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. പ്രളയാനന്തര ശുചീകരണം പാളി, ശുചീകരണത്തിന് ഒരു സംവിധാനവും ഇല്ലെന്ന് വ്യാപാരികൾ റാന്നിയിൽ പ്രതിഷേധം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയുടെ കാണിച്ചു തരാം. പിന്നെ അരമണിക്കൂറിനകം ഈ വേസ്റ്റ് മാറ്റണം, ഇല്ലെങ്കിൽ തന്നെ മാറ്റേണ്ടി വരും, കാശ് മുടക്കി തന്നെ മാറ്റാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് ഇവിടെ ഇപ്പോൾ ചെറിയ വിഷയം ഉണ്ടായത്. അപ്പൊ ഈ വേസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഞങ്ങളുടെ അരക്കറ്റം ഞങ്ങളുടെ കടയിൽ വെള്ളമാണ്, ഞങ്ങൾക്ക് ഒന്നും മാറ്റാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഞങ്ങളുടെ സാധനം നോക്കി മുഴുവൻ സാധനങ്ങൾ വെള്ളത്തിൽ പോയി. ഞങ്ങൾ ഇന്ന് വന്ന ഈ സാധനം ഇവിടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരടക്കം ഇവിടെ വന്നുകൊണ്ട് ഈ വേസ്റ്റ് വൃത്തിയാക്കുന്നു. ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അരക്കറ്റം വെള്ളം കിടക്കുക. ഒരു ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ വേസ്റ്റ് പിന്നെ ഇപ്പൊ തന്നെ ഇതെടുത്ത് 10 മിനിറ്റിനുള്ളിൽ ഈ വേസ്റ്റ് മാറ്റണം, അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ സാധനം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തം ചെലവിൽ ഈ സാധനം തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് മാറ്റോ, നമ്മളെ സാധനങ്ങൾ ആദ്യം മാറ്റും. ആദ്യം നമ്മൾ സാധനം മാറ്റണ്ടേ? കുറച്ചെങ്കിലും നമുക്ക് ഉപയോഗമായ കുറെ സാധനങ്ങളുണ്ട്, അത് മാറ്റോ വേസ്റ്റ് മാറ്റോ. അതിനാണല്ലേ വണ്ടി അവിടെ കിടപ്പുണ്ട്. എത്രയും പെട്ടെന്ന് എന്താ പറയുക, ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത്. എന്താ പറയുക, പഞ്ചായത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ല, പഞ്ചായത്തിലെ മറ്റുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ട് വന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറ്റിയിടുക. മാറ്റിയിട്ട് അവിടെ കൂട്ടണം. കൂട്ടിയിൽ അടുത്ത വണ്ടി ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. ഇനി വണ്ടി വരത്തില്ല. അഥവാ ഇനി വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തം ചെലവിൽ ഈ സാധനം മാറ്റണം. മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് മാറ്റോ, നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? കണ്ടില്ലേ, ഇതാണ് റാന്നിയിലെ ആ ദുരന്തം വിതച്ചാല് ദുരന്തം ബാക്കി വെച്ച് ഇടത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ. അതായത് സർക്കാർ രൂപീകരിക്കേണ്ട അല്ലെ സർക്കാർ ഏകോപിപ്പിക്കേണ്ട പ്രവർത്തനങ്ങൾ സർക്കാർ ഏകോപിപ്പിക്കാതെ വലിയ മെഴുകലുമായിട്ട് എത്തിയിരിക്കുകയാണ്. മതിയായ ഭക്ഷണം എത്തിച്ചില്ല. കാസർഗോഡ് തയ്യേനിയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഏകോപനമില്ല. പരാതിയുമായി കോൺഗ്രസ് നേതാവ് ജോസഫ് മുത്തോലി എന്ന് പറയുന്നൊരു മനുഷ്യനും പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ പല രീതിയിൽ പല ആളുകളാണ് പ്രതിഷേധവുമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് മറുപടിയുമായിട്ട് രംഗത്തേക്ക് വന്നത്. പിണറായി വിജയൻ പണ്ടെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാവരെയും എല്ലായ്പ്പോഴും സ്നേഹിച്ച് ചേർത്ത് പിടിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളൊരു വീഡിയോയുടെ കാണിച്ചു തരാം. നമ്മുടെ മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. എവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എവിടെയാണ്? അദ്ദേഹം തിരക്കിലാണ്. മലപ്പുറത്ത് പോകണം. നിങ്ങൾ വിചാരിക്കും പൊന്നാനി തീരത്ത് കടൽ കരിതുള്ളി സർവ്വതും നഷ്ടപ്പെട്ടവരെ കാണാൻ പോയതാണെന്ന്. അല്ല കേട്ടോ. മനുഷ്യർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് സൽക്കാര വിരുന്നിൽ പങ്കെടുക്കുന്ന തിരക്കിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇന്നീ പകൽ വെള്ളക്കെട്ടിൽ വീണ് ഒരു കുഞ്ഞിന്റെ ഹൃദയം നിലച്ചു. പക്ഷേ മുഖ്യമന്ത്രി തിരക്കിലാണ്. കൊച്ചിയുടെ ഹൃദയത്തിലുള്ള സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്ന തിരക്കിൽ.
ഓണത്തിനെടുത്ത സ്റ്റോക്ക് മുഴുവൻ വെള്ളം കയറി നശിച്ച 100 കണക്കിന് വ്യാപാരികൾ, മനുഷ്യായുസിന്റെ അധ്വാനം മുഴുവൻ ഒരൊറ്റ പേറ്റിൽ ഒലിച്ചു പോയവർ, മനുഷ്യർ കയ്യിൽ കിട്ടിയതും എടുത്ത് ക്യാമ്പുകളിലേക്ക് ഓടുമ്പോൾ സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ യാത്ര, മിനിമം നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യർ ഇതെല്ലാം കാണുന്നുണ്ട് എന്നെങ്കിലും ഓർക്കണം. ഇതൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നാളെ വന്നിട്ട് ഞങ്ങളിതൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അവസ്ഥ കേട്ടോ. അതായത് മുഖ്യമന്ത്രി പറയുകയാണ് ഞാൻ അവിടെ നിന്നും വിരുന്നിന് പോയിട്ടില്ല, അതെല്ലാം ക്രിയേറ്റഡ് വീഡിയോസ് ആണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വൃത്തികെട്ട അവസ്ഥ. കഴിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും കഴിച്ചോട്ടെ, നാളെ കഴിച്ചില്ല എന്ന് മാത്രം പറയാതിരുന്നാൽ മതി, അത് മാത്രമേ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു വീട്ടമ്മ പ്രതികരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചാൽ അവിടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. എല്ലാം ഉണ്ടായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വലിയ സൗകര്യമൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ 9 മണിക്കാണ് ഇവിടെ വന്നത്. ആ 9 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കറണ്ട് ഇല്ലായിരുന്നു. നേരം വെളുക്കുന്ന വരെ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ഭക്ഷണം ഇല്ല, ഭക്ഷണം ഇല്ലായിരുന്നു രാവിലെ ഞങ്ങൾക്ക്. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആഹാരം ഉണ്ടായത്. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോസിലും മുൻപ് ഈ അവസ്ഥയായിരുന്നില്ല കേരളത്തിലുണ്ടായതൊന്നും. ഈ പ്രളയത്തിനെ അതിജീവിച്ചുകൊണ്ട് അല്ലെ ഈ പ്രളയത്തിനെ ഫേസ് ചെയ്തുകൊണ്ട് ആ നാട്ടിലെ അല്ലെ പല സ്ഥലങ്ങളിലെയും ജനങ്ങൾ ഇത് ഫസ്റ്റ് ടൈം അല്ല അവരിങ്ങനെ അനുഭവിക്കുന്നത്. ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് നമുക്ക് പറയാം അവർക്ക് ഈ പണ്ടത്തെ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നില്ല, ഇന്നത്തെ സർക്കാർ ഇതൊക്കെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2ഉം 3ഉം തവണകളായിട്ട് പലതവണയും കാലവർഷക്കെടുതിയിൽ പെട്ടുപോകുന്ന പല ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. പണ്ട് ഈ 2018 പ്രളയത്തിന് സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ ആ 2018 പ്രളയത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തതെന്ന് ആ ജനങ്ങൾ വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പോൾ ഈ ഓരോ വാക്കുകളിലും നമുക്ക് എടുത്തു കാണാൻ സാധിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു ശരി, അയാളായിരുന്നു ശരി, അയാൾ ചെയ്തതായിരുന്നു ശരി, അയാൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നും എക്കാലത്തും നിലകൊണ്ടിരുന്നു എന്നുള്ളതും വീണ്ടും മനസ്സിലാകുകയാണ്. ജനങ്ങളെല്ലാവരും, എല്ലാ ജനങ്ങളും, എല്ലാ ബുദ്ധിമുട്ടിലായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ജനങ്ങൾ എടുത്തു പറയുന്നൊരു കാര്യമാണ് പിണറായി തന്നെയായിരുന്നു ശരി. പല ക്യാപ്സ്യൂൾ വിഴുങ്ങികളും പലതുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അമ്മച്ചി പറയുന്നു, അതായത് VD സതീശനാണ് നല്ലത്, അല്ലെങ്കിൽ പിണറായി ആയിരുന്നു നല്ലത്, പിന്നീട് വന്നിട്ട് പറയാണ് പിണറായി മോശമാണ്, അല്ലെങ്കിൽ പിണറായി നല്ലതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിജിലി എന്ന് പറയുന്നൊരു മകൾ, അല്ലെ ബിജിലോ അങ്ങനെ എന്താ പറയുന്നൊരു മകൾ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, ശരിക്കും ഇങ്ങനൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകലുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെ ഏതൊക്കെ ക്യാപ്സ്യൂളുമായിട്ട് എങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇവിടെ എന്തായിരുന്നു ഇടതുപക്ഷം ചെയ്തതെന്നും എന്താണ് വലതുപക്ഷം ചെയ്യുന്നതെന്നും നല്ല ബോധ്യമുള്ള ആളുകളാണ് ജീവിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിൻ്റെയൊന്നും മെഴുകലുമായിട്ട് ഈ വഴിക്കൂടെ വരണ്ട, വേറെ ഏതെങ്കിലും വഴിക്കൂടെ വിട്ടോ മക്കളെ.